അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഉന്നത യൂണിവേഴ്സിറ്റികൾ എന്ന് സ്വപ്നം കാണാൻ തുടങ്ങുന്നുവോ അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിശപ്പ് മാറാൻ തുടങ്ങും. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ശാസ്ത്രസ്കാരം സാധ്യമാക്കിയ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. മുരളി തുമാരകുടി നടത്തിയ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തിൽ 10ൽ 9 വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അനാസ്ഥ മൂലം കേരളം ഉറ്റുപോകാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ഏറ്റവും ഖേദകരമായ വാർത്ത അറിയുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തിന്റെ ഇടിവിനെ കുറിച്ച് നാം സംസാരിക്കേണ്ടത്. അതുകൊണ്ട് കേരളത്തിന്റെ ഭാവി വഴികൾ നാം എന്നും ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും പ്രാദേശികമായ കേരളം അഭിമുഖീകരിക്കുന്ന സീറ്റ് ക്ഷാമം അവസാനിപ്പിച്ചേ തീരൂ. അതിന് നമുക്ക് സാമൂഹ്യ നീതി വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന തത്വമായി വരുമ്പോൾ ഈ ഒരു സാമൂഹ്യ നീതി നമ്മുടെ മലബാറിലെ സീറ്റ് ക്ഷാമം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഒരുപാട് വിദ്യാർത്ഥികൾ അധ്യാപക തോതനുസരിച്ച് ക്ലാസുകൾ വിഭജിക്കുന്നതിന് പകരം ക്ലാസ് മുറികൾ കുത്തി നിറക്കൽ ഒരിക്കലും അനുയോജ്യമല്ല. മറിച്ച് തെക്കൻ കേരളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം വടക്കൻ കേരളത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറികൾ കൂടി കൈമാറിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സീറ്റ് ക്ഷാമം കൃത്യമായ നീതി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, നമ്മുടെ മുതുമുത്തച്ഛന്മാർ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സിലബസിൽ തന്നെ ഇപ്പോഴും പാഠപുസ്തകങ്ങൾ രചിച്ച് പരീക്ഷകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അതിൽ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ഗണിക്കപ്പെടുന്ന ഈ ഒരു ക്ലറിക്കൽ വിദ്യാഭ്യാസ നയം നാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. മറിച്ച് ഒരു വിദ്യാർത്ഥികൾക്ക് കഴിവുള്ള അനുസരിച്ച് കായികപരമായി വിദ്യാഭ്യാസത്തിൽ വലിയ കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കായികപരമായും സംഗീതത്തിൽ കഴിവുണ്ടെങ്കിൽ സംഗീതപരമായുള്ള വിദ്യാഭ്യാസ നയമാണ് പുതിയ കാലത്ത് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. തൊഴിൽ നൈപുണ്യ വികസനം ഏറ്റവും അത്യാവശ്യമാണ്. എങ്ങനെയാണ് തൊഴിൽ നൈപുണ്യ വികസനം ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മുടെ സംസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട സ്റ്റീഫൻ ഹോക്കിൻസ് അഭിപ്രായപ്പെടുന്നുണ്ട്, നിർമ്മിത ബുദ്ധി കൊടുത്ത് നിങ്ങൾ ജീവിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കുമെന്ന. അതുകൊണ്ട് നിർമ്മിത ബുദ്ധിയെ നാം കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമായും പ്രാദേശികമായും അറിവും തമ്മിലുള്ള വിടവ് നികത്തുന്നതിനായി വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലെന്ന ആശയം കൂടി മുന്നോട്ട് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് പുതിയൊരു സാമ്പത്തിക ഉന്നതി പ്രാപിക്കുമെന്ന് നമുക്ക് ഈ സമയത്ത് തിരിച്ചറിയാൻ കഴിയും. വാർഡ് സർട്ടിഫിക്കറ്റുകൾ വിദ്യാഭ്യാസത്തെ അശ്ലീലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അത്യുന്നതമായ വിദ്യാഭ്യാസമാണ് നാം സ്വീകരിക്കേണ്ടത്. ഒരുപാട് റാങ്കറ്റുകൾ അതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അത്യുന്നതമായ സാങ്കേതിക പ്രശ്നം കൊണ്ട് അതിനെയെല്ലാം തലയിടാൻ നമ്മുടെ സർക്കാരുകൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ക്യാമ്പസിനകത്ത് ഒരുപാട് രാഷ്ട്രീയം ഏറ്റവും വിരോധാവസ്ഥയാണ്. ഇന്ന് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് പുതിയ കാലത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ ഗവേഷണങ്ങൾ ഫലം കാണുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ പര്യാപ്തമാണ്. എങ്ങനെയാണ് ഗവേഷണങ്ങളുടെ ഫലം കാണൽ? നമ്മുടെ സർക്കാരുകൾ ഗവേഷണങ്ങൾ നടത്തിയവർക്ക് അതിൻ്റെ പുതുപ്രശ്നങ്ങളെ സാധൂകരിക്കുന്നതിന് അതിൽ തന്നെ ജോലി സാധ്യതകൾ നൽകാൻ കൊണ്ടുള്ള വിദ്യാഭ്യാസ നയമാണ് പുതിയ കാലത്ത് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ ലോകത്തെ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കേവലം സമവാക്യങ്ങളെ കുത്തിക്കയറ്റി ഉപാധി മാത്രമാക്കാതെ നമ്മുടെ വിദ്യാർത്ഥികളെ സർഗാത്മക ശേഷിയും വിമർശനാത്മക ചിന്തയും അപരനെ സ്നേഹിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും കഴിയുന്ന ഒരു വിദ്യാർത്ഥി തലമുറയാണ് നാം വായിച്ചെടുക്കേണ്ടത്. മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടതുപോലെ ജീവിതത്തിനുടനീളമുള്ള വിദ്യാഭ്യാസം എന്ന ആശയത്തിന് മൂർച്ച കൊടുക്കാനാവും എന്ന് മാത്രം കൊണ്ട് വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.